ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഫ്രഷ് ക്രീം കുനാഫ. നമ്മുടെ വീട്ടിലേക്കൊക്കെ വരുന്ന വിരുന്നുകാർക്ക് പെട്ടെന്ന് ഒരുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഐറ്റമാണ് കേട്ടോ. ആൻഡ് ഇത് ഭയങ്കര സ്വീറ്റുമാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മുടെ കുനാഫ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ആദ്യം നമുക്ക് കുനാഫയുടെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഫ്രഷ് ക്രീം അവൈലബിൾ ആയിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം. ഇപ്പം ഞാനത് എടുത്തിട്ടില്ല, ഞാൻ ഉണ്ടാക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാനില എസൻസോ അല്ലെങ്കിൽ പിസ്ത എസൻസോ ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ അതൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം, അതിലൊരു കട്ട പോലും പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് നമുക്കിനി എന്ത് ചെയ്യണം, നമ്മൾ തിളപ്പിക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മിക്സ്ചർ നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 100 ml പാലേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ കുറച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാലിവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ്ചർ അത് മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കണം. ആ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കോൺസ്റ്റൻ്റ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. കുനാഫയുടെ ഫില്ലിംഗ് ആയിട്ടുള്ള ഫ്രഷ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം, ഒന്നൊന്ന് തണുത്തോട്ടെ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത്. കണ്ടോ, ഒരു ഫ്ലൂയിഡ് പോലെയുള്ളൊരു കൺസിസ്റ്റൻസി. അപ്പോഴാണ് നിങ്ങളിത് ഓഫ് ചെയ്യേണ്ടത്. അതുവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് കുനാഫ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അല്ലേ. ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഇവിടെ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് കേക്കൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഒരു ഫ്രൈ പാൻ പോലെയുള്ള ഒരു പാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൻ്റെ ബോട്ടത്തിലും സൈഡിലും ഫുള്ളും നമ്മൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക, എന്നാലും നമ്മളുടെ വെർമിസെല്ലി ആണല്ലോ ഇത്, അപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് ആയിട്ടുള്ള വെർമിസെല്ലിയാണ്. അതെൻ്റെ കുനാഫ ഡോ തികയാത്തത് കൊണ്ട് എടുത്തതാണ്. നമ്മളുടെ പായസമൊക്കെ ഉണ്ടാക്കുന്ന വെർമിസെല്ലി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ കുനാഫ ഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മൊസറല്ല ചീസ്, ഞാനിവിടെ സ്ലൈസ്ഡ് ആയിട്ടുള്ള മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ സ്ലൈസ്ഡ് ആയിട്ടുള്ള മൊസറല്ല ചീസ് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ബെറ്ററാണ്. മറ്റത് നമ്മളിങ്ങനെ സ്ലൈസ് ആക്കി എടുക്കേണ്ടി വരും. ലാസ്റ്റ് ലെയറിൽ നമ്മുടെ കുനാഫ ഡോ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ കുനാഫ ഡോ വളരെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര ഒരു നൂല് പോലെയൊക്കെയാണ് കുനാഫ ഡോ നിൽക്കുന്നത്. അത് ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് ലെയറിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മളുടെ ഈ ഒരു കുനാഫ ഒരു കേക്ക് പോലെ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ഒന്ന് വിടർന്ന് പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അത് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സെറ്റിംഗ് ഇവിടെ റെഡിയാക്കി എടുക്കുക. ശേഷം ഞാൻ നമ്മുടെ കുനാഫ ഡോനെ ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാനിവിടെ സ്റ്റൗവിലാണ് ഉണ്ടാക്കാറുള്ളത്. സ്റ്റൗവിൽ ഓണാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-13 മിനിറ്റ് ആകുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഫൈനൽ ലുക്കാണ്. നമ്മളുടെ കുനാഫ ഇവിടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ കുനാഫേനെ ഒരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റി മുകളിൽ നമ്മളൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്ത ഒന്ന് പൊടിച്ചിട്ട് അതൊന്നിങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുനാഫ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് റിവ്യൂ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് വേണ്ടത് അതും കൂടി ഒന്ന് പറയണം. സോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ.